ഹായ് ഹലോ, നമ്മളിന്നൊരു വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കണി വെക്കാനായിട്ടുള്ള ഒരു ഉരുളി തന്നെ ആദ്യം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്ത് ഇങ്ങനെ ബോൾ പോലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്യൂബ് പോലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ജ്വല്ലറീസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഡപ്പി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ക്ലേ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ അളവിന് വന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്ലേ നന്നായിട്ട് അതിന് മേലേക്കൊന്ന് പരത്തിയിട്ട് ആ സൈഡ് മുഴുവനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഉരുളിയിൽ പോലെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഉരുളിയുടെ ഷേപ്പൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഉരുളിയുടെ ഷേപ്പൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് കണിയിൽ വെക്കാനുള്ള ചക്ക ഉണ്ടാക്കാം. ചക്കയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ക്ലേ ഉരുട്ടി എടുത്തിട്ട് നമുക്ക് കത്രിക കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറമേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ മുള്ള് പോലെ തോന്നും. പെയിൻറ്റിങ് കൂടി അഴിച്ച് വയ്ക്കുമ്പോൾ സെറ്റാവും. അത് ചക്കയുടെ ആ ഒരു ഷേപ്പിലേക്ക് തന്നെ മാറും. ഇനി നമുക്ക് ഡ്രസ്സിലൊക്കെ വെക്കുന്ന മിറർ എടുക്കാം. ഈ മിറർ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാൽക്കണ്ണാടിയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. വാൽക്കണ്ണാടി പോലെ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ചെറിയ കമ്പി കഷ്ണം വെച്ചിട്ട് ഞാൻ മാങ്ങ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കണിയിൽ വെക്കാനുള്ള മാങ്ങയും സെറ്റായി. ഇനി ആലില എടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് കിളയുടെ പുറത്തേക്ക് വെച്ചിട്ട് ആ ഷേപ്പിന് തന്നെ ഒന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആലിലയിൽ ഉറങ്ങുന്ന ഉണ്ണിക്കണ്ണനെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആലില ഇതുപോലെയൊന്ന് ഷേപ്പിനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഡ്രൈ ആയി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ണിക്കണ്ണനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഉണ്ണിക്കണ്ണൻ്റെ ബോഡിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ബോഡി ഒന്ന് ഉണ്ടാക്കി അതിന് ശേഷമാണ് നമ്മൾ ഹെഡ് ചെയ്തത്. ഏകദേശം ഷേപ്പൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബോഡി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഹെഡ് വെച്ചു. തലയുടെ ആ ഒരു ഷേപ്പൊക്കെ ഏകദേശമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാലുകൾ പിന്നെ ചെയ്തു. ഏകദേശം ചെയ്ത് വന്നപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയത്. ഞാൻ വലിയൊരു ആർട്ടിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഉണ്ണിക്കണ്ണനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഏകദേശം കിട്ടി. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ചക്കയ്ക്ക് പെയിൻറ്റ് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ചക്കയ്ക്ക് ഒരു ലൈറ്റായിട്ടുള്ള ഒരു പച്ച കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ഡാർക്ക് കൊടുക്കുന്നില്ല. ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു പച്ച കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ചക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ അടിച്ചെടുത്തപ്പോൾ ഏകദേശം ചക്കയുടെ ഒരു ഷേപ്പല്ല കളറും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചക്കയുടെ ഞെട്ടിന് നമ്മൾ കൊടുത്തത് ബ്ലാക്ക് കളറാട്ടോ കൊടുത്തത്. പിന്നെ നമ്മൾ വെള്ളരിക്ക ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെള്ളരിക്ക ഇതുപോലെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത് ഫുൾ മഞ്ഞ അടിക്കുന്നുണ്ട്. മഞ്ഞ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ പച്ച കോട്ടിങ് അതിലിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്ക പോലെ തോന്നാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അത് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ യെല്ലോ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുഞ്ഞ് പഴം ഉണ്ടാക്കിയായിരുന്നു. പഴത്തിന് ഫുള്ളായിട്ട് നമ്മൾ യെല്ലോ കളർ തന്നെയാണ് കൊടുക്കുന്നത്. യെല്ലോ കളർ അടിച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആ ഒരു പിടിക്കുന്ന ആ ഞെട്ടില്ലേ, ഇങ്ങനെ ആ പഴത്തിൻ്റെ ആ ഞെട്ടിന് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ലൈറ്റ് പച്ച കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴത്തിൻ്റെ അറ്റത്തിങ്ങനെ കൂർത്തിരിക്കുന്ന ആ ഭാഗത്ത് നമ്മളൊരു ബ്ലാക്ക് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നത് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട്. പഴത്തിൻ്റെ അറ്റത്ത് നമ്മൾ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മുന്തിരിയാണ്. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേക്കിംഗ് വീഡിയോസ് ഒന്നും ഇതിലിടാത്തത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുന്തിരിയാണ്. അതിനൊരു എന്താ പറയുക, ഒരു പർപ്പിൾ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് നീല കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ഞെട്ടില്ലേ, മുന്തിരിയുടെ ഞെട്ട് വരുന്ന ആ ഭാഗത്ത് നമ്മൾ അടിച്ചിരിക്കുന്നത് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. ഞെട്ടിന് വരുന്ന ഭാഗം ബ്ലാക്ക് പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മുന്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഞ്ഞ് 2 ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആപ്പിളിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് റെഡും പിങ്കും കൂടി ആഡ് ചെയ്തിട്ടൊരു ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. റെഡും പിങ്കും കൂടി ആഡ് ചെയ്തിട്ടാണ്, ഒറിജിനൽ റെഡല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹോളും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഴിവുണ്ടല്ലോ ആ ഭാഗത്ത്. പിന്നെ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടൊന്ന് ഡോട്ട് ഇടാം.
ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ബ്ലാക്ക് ഡോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ ഹോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നത്. ഇതുപോലെ 2 ആപ്പിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 2 ഓറഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ചിന് പ്രത്യേക ഷേപ്പൊന്നും ഇല്ലാത്ത കാരണം ഉരുട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ ഓറഞ്ച് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വിഷുക്കണി വെക്കുമ്പോൾ മസ്റ്റായിട്ടും വേണ്ടതാണ് തേങ്ങാമുറി. ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ തേങ്ങ മുറിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ 2 തേങ്ങാമുറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഉൾഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഫുൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ വൈറ്റ് പെയിൻറ്റ് ഒഴിച്ച് ഉൾഭാഗത്ത് അടിച്ചതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കിൽ ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി കയറ്റിയിട്ട് ആ റൗണ്ട് വരുന്ന ആ ഭാഗത്തും കൂടി നമ്മൾ ബ്രൗൺ കളർ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു തേങ്ങയുടെ ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മാങ്ങയ്ക്ക് പെയിൻ്റ് അടിക്കുന്നുണ്ട്. മാങ്ങയുടെ ഞെട്ടിനും വേറെ, പിന്നെ മാങ്ങയുടെ ഇലയ്ക്കും ഞെട്ടിനും വേറെ കളറാണ് കൊടുക്കുന്നത്. വേറെ ലൈറ്റായിട്ടുള്ള ഒരു പച്ചയാണ് കൊടുക്കുന്നത്. പിന്നെ മാങ്ങയ്ക്ക് നമ്മൾ ഡാർക്ക് ഗ്രീൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച വാൽക്കണ്ണാടി ഇല്ലേ, അതിന് നമ്മൾ ആ സൈഡിലൊക്കെ ഗോൾഡൻ കളർ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ വാൽക്കണ്ണാടി പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വാൽക്കണ്ണാടി. അപ്പോൾ നമ്മൾ ഡ്രൈ ആകാൻ വെച്ച ആലില ഇതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീനൊക്കെ അടിച്ച് വന്നപ്പോൾ ഏകദേശം ആലില ഇതുപോലെ ആയി. പിന്നെ നമുക്ക് കൃഷ്ണന് പെയിൻ്റ് അടിക്കാം. നമ്മൾ ആലിലക്കണ്ണന് ഇതുപോലെ നമ്മൾ ബോഡിയിലൊക്കെ നമ്മൾ ഇതുപോലെ ബ്ലൂ അടിച്ചു കൊടുക്കുവാണ്. കണ്ണൻ്റെ ഉടയാടൊക്കെ നമ്മൾ യെല്ലോ കളർ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് 2 സൈഡിലും.
ബോർഡർ വരുന്ന ഭാഗത്ത് നമ്മൾ റെഡ് കളർ തന്നെയാണ് അടിച്ചിട്ടുള്ളത്. ഹെയർ ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ഓർണമെൻറ്റ്സിനെല്ലാം തന്നെ ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പീലിക്ക് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളിക്ക് ബേസ് കോട്ട് അടിക്കുന്നത് യെല്ലോ കൊണ്ടാണ്. അപ്പോൾ ബേസ് കോട്ട് അടിച്ചിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഗോൾഡൻ കളർ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോൾഡൻ കളർ അടിച്ചപ്പോൾ നമ്മുടെ ഉരുളി ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടി. പിന്നെ നമ്മൾ ഉണ്ണിക്കണ്ണനെ കണ്ണും പൊട്ടും ചുണ്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആലിലയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നിലവിളക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ കുഞ്ഞ് തിരിയിട്ട് കത്തിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പേപ്പർ കൊണ്ടിട്ട് നമ്മളൊരു പട്ടുണ്ടാക്കി ഇതുപോലെ ഉടയാട പോലെ കണിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.